മധ്യപൂർവേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്നതിനിടയിൽ ഇസ്രായേൽ സുരക്ഷാ സംവിധാനത്തെ നടുക്കുന്ന ഗുരുതരമായ ചാരവിവര ചോർച്ച കേസ് പുറത്തുവന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ അത്യന്തം നിർണായകമായ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ ഇറാൻ ഏജന്റുമാർക്ക് കൈമാറിയെന്നാരോപിച്ച് IDF റിസർവിസ്റ്റിനെ അറസ്റ്റ് ചെയ്ത സംഭവം ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയിലും പ്രതിരോധ സംവിധാനത്തിലും വലിയ ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ്. ജെറൂസലേം സ്വദേശിയായ റാസ് കോഹനെയാണ് ഇസ്രായേൽ പോലീസും ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ ബെറ്റ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെ പിടികൂടിയത്. മാർച്ച് 18-ന് ജെറൂസലേം ജില്ലാ കോടതിയിൽ ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. യുദ്ധകാലത്ത് ശത്രുരാജ്യത്തെ സഹായിച്ചതാണ് ഇയാൾക്കെതിരെയുള്ള ഏറ്റവും ഗുരുതരമായ കുറ്റം. ഇസ്രായേൽ നിയമപ്രകാരം ജീവപര്യന്തം തടവോ അതീവ ഗുരുതര സാഹചര്യങ്ങളിൽ വധശിക്ഷയോ വരെ ലഭിക്കാവുന്ന കുറ്റമാണിത്. അന്വേഷണ സംഘം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അയൺ ഡോം സംവിധാനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങളാണ് കോഹൻ ഇറാനിയൻ ഏജന്റുകൾക്ക് കൈമാറിയത്. അയൺ ഡോം ബാറ്ററികളുടെ കൃത്യമായ സ്ഥാനം, മിസൈൽ ലോഞ്ചറുകൾ സജ്ജീകരിക്കുന്ന രീതി, പ്രവർത്തന സംവിധാനത്തിന്റെ സാങ്കേതിക വിവരങ്ങൾ എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ പ്രതിരോധശേഷിയെ നേരിട്ട് ബാധിക്കാവുന്ന വിവരങ്ങളാണ് ചോർന്നതെന്ന് വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ ഹട്സെറീം, പൽമാച്ചിം എന്നീ പ്രധാന വ്യോമസേനാ താവളങ്ങളുടെ വിവരങ്ങളും ഇയാൾ കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം കോഹൻ ഈ വിവരങ്ങൾ കൈമാറിയത് വളരെ ചെറിയ സാമ്പത്തിക പ്രലോഭനത്തിനാണെന്നതാണ്. ഏകദേശം $1000 തുല്യമായ ക്രിപ്റ്റോ കറൻസിയാണ് ഇയാൾ പ്രതിഫലമായി സ്വീകരിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇത്രയും നിർണായകമായ സുരക്ഷാവിവരങ്ങൾ വളരെ കുറഞ്ഞ പ്രതിഫലത്തിന് ചോർന്നതെന്നത് സുരക്ഷാ സംവിധാനത്തിന്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ടെലഗ്രാം പോലുള്ള എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ് ഈ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടന്നത്. 2025 ഡിസംബറിലാണ് ഇറാനിയൻ ഏജന്റ് കോഹനുമായി ആദ്യമായി ബന്ധപ്പെടുന്നത്. തുടർന്ന് താൻ അയൺ ഡോം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് കോഹൻ തന്നെയാണ് ഏജന്റിനെ അറിയിച്ചതെന്നും അന്വേഷണ സംഘം പറയുന്നു. 27 ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ ഇയാൾ കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ മുന്നറിയിപ്പായും മാറിയിരിക്കുകയാണ്. ആധുനിക യുദ്ധരീതികളിൽ സൈബർ ചാരവൃത്തി, സോഷ്യൽ മീഡിയ വഴി റിക്രൂട്ട്മെന്റ്, വ്യക്തിഗത ദൗർബല്യങ്ങൾ ഉപയോഗപ്പെടുത്തൽ തുടങ്ങിയവ എത്രത്തോളം അപകടകരമാണെന്ന് ഇത് വീണ്ടും തെളിയിക്കുന്നു. പ്രത്യേകിച്ച് ടെലഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി ശത്രുരാജ്യങ്ങൾ സാധാരണ പൗരന്മാരെയും സൈനികരെയും ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ സുരക്ഷാബോധവൽക്കരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉയർന്നിരിക്കുകയാണ്. ഇസ്രായേൽ സുരക്ഷാ ഏജൻസികൾ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശത്രുരാജ്യങ്ങളിലെ ഏജന്റുമാരുമായി യാതൊരു വിധത്തിലുള്ള സമ്പർക്കവും പുലർത്തരുതെന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന സംശയാസ്പദമായ ഇടപെടലുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ സമാനമായ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് നിരവധി ഇസ്രായേലികൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഹൈഫയിലെ ഡാമൺ ജയിലിൽ ചാരവൃത്തി കേസുകളിൽ പ്രതികൾക്കായി പ്രത്യേക വിഭാഗം തന്നെ തുറന്നിട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തുവന്നിട്ടുണ്ട്. ഇത് ഇസ്രായേലിൽ ഇത്തരം കേസുകൾ വർദ്ധിച്ചുവരുന്നതിന്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു. രാഷ്ട്രീയ സൈനിക രംഗത്ത് ഈ സംഭവത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ-ഇസ്രായേൽ സംഘർഷം കടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിവരച്ചോർച്ചകൾ യുദ്ധത്തിന്റെ ഗതിയെപ്പോലും സ്വാധീനിക്കാവുന്നതാണ്. അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തന രഹസ്യങ്ങൾ ശത്രുക്കളുടെ കൈവശമാകുന്നത് ഭാവിയിലെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിന്റെ പ്രതിരോധശേഷി കുറയാനിടയാക്കും. അതേസമയം ഇസ്രായേൽ ഈ സംഭവത്തെ തുടർന്ന് ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും സൈനികരുടെയും റിസർവിസ്റ്റുകളുടെയും പശ്ചാത്തല പരിശോധനകൾ കർശനമാക്കാനും സാധ്യതയുണ്ട്. സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമല്ല, മനുഷ്യഘടകവും ഈക്വലി പ്രധാനമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. ആകെക്കൂടി റാസ് കോഹന്റെ അറസ്റ്റ് ഒരു വ്യക്തിയുടെ കുറ്റകൃത്യമെന്നതിലുപരി ആധുനിക യുദ്ധരീതികളിലെ ഒരു വലിയ വെല്ലുവിളിയുടെ പ്രതിഫലനമാണ്. സൈബർ ലോകവും യഥാർത്ഥ യുദ്ധഭൂമിയും തമ്മിലുള്ള അതിർത്തികൾ മായുന്ന ഈ കാലഘട്ടത്തിൽ സുരക്ഷയുടെ പുതിയ നിർവചനങ്ങൾ രൂപപ്പെടുന്നുവെന്നതിന് ഇത് വ്യക്തമായ ഉദാഹരണമാണ്.